കാസർഗോഡ് ചെറുവത്തൂരിൽ വീരമലക്കുന്ന് ഇടിഞ്ഞ അപകടത്തിൽ ഉന്നതതല യോഗം. മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മേഘ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ കർശന നടപടിയെടുത്തേക്കും. കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അശാസ്ത്രീയ മണ്ണെടുപ്പിനെ തുടർന്നാണ് വീരമലക്കുന്ന് ഇടിഞ്ഞതെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. അതേസമയം ദേശീയപാതയിൽ കുന്നിടിഞ്ഞ ഭാഗത്ത് ഇരുഭാഗത്തും പിടിച്ചിട്ട ചരക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അരുൺ പാറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വീരമലക്കുന്ന് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഒരു ഉന്നതതല യോഗം ചേരാൻ തീരുമാനമായിട്ടുണ്ട്. പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലായിരിക്കും യോഗം ചേരുക. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി AK ശശീന്ദ്രൻ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ആ യോഗത്തിന് മുൻപായി സുരക്ഷാ റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ ഭരണകൂടവും കർശനമായി NHAയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും മേഘ കമ്പനിക്കെതിരെ നടപടിയിലേക്ക് കടക്കുക. കർശനമായ നടപടിയെടുക്കുമെന്ന് മന്ത്രിമാരും വ്യക്തമാക്കുന്നുണ്ട്. ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ അപകടത്തിൻ്റെ തീവ്രത കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ആ നടപടിയുടെ ഒരു വ്യാപ്തി ഉണ്ടാവുക. എന്തായാലും ശക്തമായ നടപടിയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ദേശീയപാതയിൽ NH66 മണ്ണ്, ഒരു ഭാഗത്തെ മണ്ണ് മാത്രമാണ് നീക്കം ചെയ്തിട്ടുള്ളത്. 7 JCBകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടക്കുന്നത്. വാഹന ഗതാഗതം ഇതുവരെയും പുനഃസ്ഥാപിച്ചിട്ടില്ല. രണ്ട് ഭാഗത്തും, ഈ മലയുടെ രണ്ട് ഭാഗത്തും വാഹനങ്ങൾ ഇങ്ങനെ കാത്തുകിടക്കുകയാണ്. ചരക്ക് വാഹനങ്ങളൊക്കെ ഉണ്ട്. അവർ ഡ്രൈവർമാരൊക്കെ നമ്മളെ വിളിച്ച് സങ്കടം പറയുന്നുണ്ട്. അവർക്ക് പോകാൻ കഴിയുന്നില്ല. തക്കാളി ഉൾപ്പെടെയുള്ള വലിയ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ലോഡൊക്കെ ഉണ്ട് എന്ന് ലോറി ഡ്രൈവർമാരൊക്കെ സങ്കടം പറയുന്നുണ്ട്. പക്ഷേ വാഹനങ്ങൾ കടത്തിവിടാനുള്ള യാതൊരു മാർഗവുമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. നിലവിൽ ചെറിയ വാഹനങ്ങൾ ചീമേനി വഴിയും നീലേശ്വരം കോട്ടപ്പുറം വഴിയും കണ്ണൂർ ഭാഗത്തേക്കും കാസർഗോഡ് ഭാഗത്തേക്കും കടത്തിവിടുന്നുണ്ട്. എന്തായാലും NHAയുടെ ഒരു സുരക്ഷാ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഗതാഗതം പുനഃസ്ഥാപിക്കുകയുള്ളൂ. അതിന് മുന്നോടിയായി ഈ പ്രദേശത്ത്, അതായത് ഈ മലയ്ക്ക് തൊട്ട് ഓപ്പോസിറ്റുള്ള ഭാഗത്ത് റോഡിന് വീതി കൂട്ടുന്നുണ്ട്. ആ വീതി കൂട്ടൽ പ്രവൃത്തി കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഗതാഗതം പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ നടപടി മേഘ കമ്പനിക്കെതിരെ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ നിലവിൽ മന്ത്രിമാരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുള്ളത്. അരുൺ പാർക്കൽ നൽകിയ റിപ്പോർട്ടാണ് കണ്ടത്.